നമസ്കാരം. ലോകത്തെ ഏറെ ഞെട്ടിപ്പിക്കുന്ന, ആകാംക്ഷപ്പെടുത്തുന്ന, ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഫ്രെയിം ഞാൻ വിവരിക്കുകയാണ്. ആ ഫ്രെയിമിൽ രണ്ട് പേർ. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ട്, ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രംഗം ലോകത്തോടായി. ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സാക്ഷി നിർത്തി പറയുന്ന കാര്യം, ആ കാര്യത്തിന്റെ ഇതിവൃത്തമാണ് ഈ വീഡിയോയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. പറഞ്ഞു വരുന്നത് ഗാസയെ കുറിച്ചാണ്. ഗാസ ഏറ്റെടുക്കാൻ പോകുന്നു അമേരിക്ക. ഉഗ്രമായ പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നു. സമാധാന കരാറായി. ഇപ്പോൾ സമാധാന കരാറിന്റെ 1-ാം ഘട്ടം വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ 2-ാം ഘട്ട നെഗോസിയേഷൻ തുടങ്ങാറായിട്ടുണ്ട്. ആ തുടങ്ങുന്നതിനുള്ള ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിക്കാനായി അമേരിക്കയിലേക്ക് എത്തിയത്. അമേരിക്കയിലേക്ക് എത്തിയ ആദ്യത്തെ, ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അമേരിക്കയിലെത്തിയ ആദ്യത്തെ ലോക നേതാവാണ്, രാജ്യത്തിന്റെ തലവനാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന പ്രാധാന്യം അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ വെളിവാക്കുന്ന തീരുമാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്ക സന്ദർശനം. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണോ ആഗ്രഹിക്കുന്നത്, ഇസ്രയേലി ജനത, ജൂത ജനത എന്താണോ ആഗ്രഹിക്കുന്നത്, അറബി ലോകം എന്താണോ വെറുക്കുന്നത്, അതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. അതായത് ഗാസയിൽ 365 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഗാസ സ്ട്രിപ്പ് അത് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അതിനാൽ അവിടെ പുനർനിർമ്മാണം ആവശ്യമുണ്ട്. അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. നമ്പർ 1, ഗാസയുടെ 23 ലക്ഷം ആളുകൾ, അവശേഷിക്കുന്ന ഒരുപക്ഷെ 22,50,000 പേര് കണ്ടേക്കാം. കാരണം വലിയൊരു ഭാഗം, 47,000 പേരാണ് ഗാസ യുദ്ധത്തിൽ, ഇസ്രായേലുമായുള്ള ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ് ഗാസയിൽ മരിച്ചത്. വേറെ 1,00,000 പേര് പരിക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിലുമാണ്. അപ്പോൾ 22-നും 23-നും ഇടയിൽ ലക്ഷം പേർ ഗാസയിൽ നിന്നും ഉടനടി ഒഴിഞ്ഞു പോകേണ്ടതാണ്. അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് മാറ്റേണ്ടി വരും. ഒഴിഞ്ഞു പോകാൻ 2 രാജ്യങ്ങളുടെ പേരുകൾ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിക്കുന്നു. One is the neighboring southern country called Egypt. റാഫ അതിർത്തി കടന്നാൽ പിന്നീട് ഈജിപ്തിന്റെ സൈനായ് മരുഭൂമിയാണ്. അതിലൂടെ കടന്ന് ഈജിപ്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പോയി നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് താമസിക്കാം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഇസ്രായേലിന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന, ജോർദാൻ നദിയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ജോർദാൻ എന്ന രാജ്യമാണ്. ഇപ്പോൾ തന്നെ ജോർദാനിൽ വലിയ തോതിൽ പലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ എണ്ണം കൂട്ടുകയും ബാക്കിയുള്ള ഗസൻസിനെ ജോർദാനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യണമെന്ന് ജോർദാനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അമേരിക്ക. ഈ 2 രാജ്യങ്ങളും അനുകൂലമായല്ല പ്രതികരിച്ചത്. അവർക്ക് അങ്ങനെ പ്രതികരിക്കാനാവില്ല. 23 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. അത്രയും അഭയാർത്ഥികൾ ഒറ്റയടിക്ക് കടന്നു വന്നാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ പരിതാപകരമായിരിക്കും. 2 രാജ്യങ്ങളുടെ അവരതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞാൽ ഉടനെ ഒഴിഞ്ഞു പോകാൻ ഉള്ള മാനസികാവസ്ഥയിലും ആയിരിക്കില്ല ഗാസ നിവാസികൾ. അവർക്ക് വേണ്ടി ഇപ്പോഴും ശബ്ദമുയർത്തുന്നത് ഹമാസ് ആണ്. ഹമാസ് മേ ബി ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. ഹമാസുമായി അവസാനം ഇസ്രയേലിന് കരാറിൽ ഏർപ്പെടേണ്ടി വന്നല്ലോ. യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഹമാസ് നേരിട്ട് പങ്കാളിയല്ല എങ്കിൽ പോലും ഗാസ വെടിനിർത്തൽ കരാറിൽ ഹമാസ് കൂടി അംഗീകരിക്കപ്പെടുകയാണല്ലോ. അതുകൊണ്ട് ഹമാസ് ഉഗ്രമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഉടനടി തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗാസയുടെ സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജന്മഭൂമി വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്രയേലുമായി ഇത്രയും പോരടിക്കാൻ അറിയാമെങ്കിൽ അമേരിക്കയുമായി കൂടി പോരടിക്കാനായി ഞങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ആ പ്രദേശത്തെ ഏറ്റെടുക്കാം എന്ന് പറയുന്നത്? ഒന്ന്, ട്രംപ് പറയുന്ന ഒരു നല്ല കാര്യം, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ആ പ്രദേശം ക്ലീൻ ആവണം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡെബ്രി ആണ്, അതായത് മുഴുവൻ കെട്ടിട അവശിഷ്ടങ്ങളാണ്. ഗാസയിൽ ഉയർന്നു നിന്ന
95% കെട്ടിടങ്ങളും ഒന്നുകിൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ വാസയോഗ്യമല്ലാതെയായി. അതുകൊണ്ട് ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. അപ്പൊ വാസയോഗ്യമായ ഒരിടമല്ല ഗാസ. അപ്പൊ ടോട്ടൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗസ, ദാറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. സാധിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ 3ാം സ്റ്റേജ് വെടിനിർത്തലിന്റെ 3ാം ഘട്ടത്തിലാണ് ഗാസയുടെ പുനരധിവാസ പ്രക്രിയ നടക്കേണ്ടത്. അതിന് അമേരിക്കയായിരിക്കും നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമേരിക്ക എങ്ങനെയാണ് നേതൃത്വം കൊടുക്കുക? അമേരിക്കയുടെ വലിയ തോതിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ടീം അവിടേക്ക് പറന്നിറങ്ങി മുഴുവൻ കാര്യങ്ങളും ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കുഞ്ഞുപോലും അവിടുത്തെ നിവാസികൾ ഉണ്ടാവരുത്. ആ ലാൻഡ് മുഴുവൻ ക്ലീൻ ചെയ്യുക, എന്നിട്ട് അതിനെ ഒരു റിവിയറ ആക്കി മാറ്റുക. നമ്മൾ ചോദിക്കും പലപ്പോഴും, എന്താണ് ഈ റിവിയറ? റിവിയറ എന്ന് പറയുന്നത് ഒരു കടൽത്തീര വാസസ്ഥലമാണ്, അല്ലെങ്കിൽ കടൽത്തീര റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. റിവിയറ എന്ന് പറയുമ്പോൾ നല്ല ബീച്ചുകളും നല്ല സൺഷൈനും ഒക്കെയുള്ള കാറ്റുകൊള്ളാൻ സാധിക്കുന്ന, അല്ലെ ഉല്ലാസ നൗകകളൊക്കെ ഇങ്ങനെ നടക്കുന്ന, കടലിൽ നടക്കുന്ന ആ ഒരു പ്രദേശത്തിന് പറയുന്ന പേരാണ് റിവിയറ. ആ പ്രദേശത്തെ, ആ 365 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം നല്ലപോലെ സീ ഫ്രണ്ട് ഉള്ള സ്ഥലമാണ്. വലിയ ദീർഘമായ ഒരു 10-30 ചില്ലുവാനം കിലോമീറ്റർ നീളമുള്ള ദൈർഘ്യമേറിയ ഒരു കടൽ തീരമുണ്ട്. അത്രയും കടൽ തീരത്ത് നല്ല ഒന്നാന്തര കടൽ തീരമാണ്. ആ കടൽ തീരം വികസിപ്പിച്ചെടുക്കുക, അതായത് അത്രയും 30-35 കിലോമീറ്റർ നീളവും ഒരു ശരാശരി 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ട്രിപ്പാണല്ലോ ഗാസ. അത് പൂർണ്ണമായും ഒരു കടലോര സങ്കേതമായി മാറ്റിയെടുത്താൽ വിദേശികൾക്കും സ്വദേശികൾക്കും മറ്റ് അറബി രാജ്യങ്ങളിലുള്ളവർക്കും എല്ലാം തന്നെ അവിടെ വന്ന് അടിച്ചു പൊളിക്കാനുള്ള പറുദീസയായി മാറ്റും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവിടെ ജീവിക്കുന്ന ജനങ്ങളോ, അവരെങ്ങോട്ട് പോകും? അവരുടെ അവകാശമാണല്ലോ സ്വന്തം മണ്ണിൽ, ജനിച്ചു വീണ മണ്ണിൽ, പൗരത്വമുള്ള മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം. അന്യരാജ്യത്ത് എത്ര കാലം പ്രവാസികളായി താമസിക്കാൻ പറ്റും? അവരവിടെ ഇപ്പോഴും 2ാം കിട പൗരന്മാരല്ലേ ആകൂ, ജോർദാനിൽ പോയാലും ഈജിപ്തിൽ പോയാലും. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന വാക്ക് ട്രംപ് പറഞ്ഞിട്ടില്ല. എത്ര കാലത്തേക്കാണ് അവരെ പ്രവാസത്തിലേക്ക് വിടുന്നത് എന്നും പറഞ്ഞിട്ടില്ല. പുനരധിവാസം നടക്കും, റിവിയറാക്കി മാറ്റും, പറുദീസയാക്കും എന്ന് പറയുമ്പോൾ അവിടേക്ക് ഒരു നാൾ തിരിച്ചു വരാൻ പലസ്തീൻ വംശജർക്ക്, ഗാസൻസിന് കഴിയുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ഗാസൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മസ്ഥലത്തേക്ക് കടന്നു വരണമെങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. ഒരിക്കൽ ആ പ്രദേശം വിട്ടുപോയാൽ പിന്നീട് അങ്ങോട്ട് വരാൻ സാധിക്കും എന്ന പ്രതീക്ഷ ഗാസൻസിനില്ല. അതുകൊണ്ട് നന്നായി ചെറുത്ത് നിൽക്കാനായിരിക്കും, ഒരുപക്ഷെ മരണം വരെ പോരാടാനുള്ള മനോഭാവത്തിലായിരിക്കും. ഇതിനേക്കാൾ വലുതൊന്നും വരാനില്ല. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അത് വലിയ ആക്രമണമായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ അശനിപാതം ഒന്നും തന്നെ തങ്ങൾക്ക് നേരെ വരാനില്ല എന്ന തിരിച്ചറിവിൽ ഒരുപക്ഷെ അമേരിക്കക്കെതിരെ പോലും ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി അവർ കാട്ടിയേക്കാം. അത് മാത്രമല്ല, ഒരു അമേരിക്കൻ ഇടപെടൽ, സൈനികമായ ഒരു ആക്രമണം, അമേരിക്ക നേരിട്ട് നടത്തുന്ന ഒരു ആക്രമണം, അത് എത്രത്തോളം ലോകരാജ്യങ്ങൾ, ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കുമോ, അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമോ, എത്തിച്ചേരുമോ, ഇതൊന്നും തന്നെ ഇപ്പോൾ പറയാനാവില്ല. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ കാര്യങ്ങൾ, കാനഡ എടുക്കുന്നു എന്ന് പറഞ്ഞു, കാനഡയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പകുതി തമാശക്കാണ് നമ്മൾ കണ്ടത്. ഗ്രീൻലാൻഡ് തരുമോ എന്ന് ചോദിക്കുന്നത് ഡെൻമാർക്കിനോട് ചോദിച്ചു, അതും നമ്മൾ തമാശ കണ്ടു. പക്ഷെ പാനമ കനാൽ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു, അതും അതിന്റെ ഗൗരവം നമ്മൾ കളയുന്നില്ല. എങ്കിലും ഓക്കെ. പക്ഷേ ഗസയുടെ കാര്യം അങ്ങനല്ല. ഒരു ഹോട്ട് സ്പോട്ടാണ്, ഫ്ലാഷ് പോയിന്റ് ആണ്. അത് ഞങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ദൂരവ്യാപകമായ ഫലം പ്രതീക്ഷിക്കേണ്ടതുണ്ട്.